ഇന്നലെ ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെയും സംസ്ഥാനത്തെ സഹകരണ വകുപ്പ് മന്ത്രിയുടെയും പ്രതികരണം ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. മറ്റൊന്ന്, സാബുവിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം അദ്ദേഹത്തിൻ്റെ മരണത്തിലുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുക. ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം. അദ്ദേഹം 2020 നടത്തിയ നിക്ഷേപം, ആ നിക്ഷേപം വിവിധ ഘട്ടങ്ങളിലായി അന്ന് 90 ലക്ഷം രൂപ നിക്ഷേപിച്ചു. അത് ഒരുമിച്ച് തന്നെ പിൻവലിച്ചു. പിന്നീട് 60 ലക്ഷം രൂപ, 63 ലക്ഷം രൂപ നിക്ഷേപിച്ച് ഒരുമിച്ച് പിൻവലിച്ചു. പിന്നീട് ഒരു 90 ലക്ഷം രൂപ അദ്ദേഹം ഈ കാലയളവിൽ നിക്ഷേപിച്ചു. അതിൽ 12 ലക്ഷം രൂപയാണ് ഇനി ബാങ്ക് അദ്ദേഹത്തിന് നൽകാനുള്ളത്. മുൻ CPM-ന്റെ ഭരണസമിതി ഇവിടെ അധികാരത്തിൽ വന്നിട്ട് 4 വർഷം പൂർത്തീകരിക്കുന്നതുള്ളൂ. മുൻപ് UDF ഭരണസമിതിയാണ് ഉണ്ടായിരുന്നത്. ആ കാലയളവിൽ ഏതാണ്ട് 10-20 കോടി രൂപയോളം വായ്പകൾ കൊടുത്തത് തിരിച്ചു വരാത്തതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ബാങ്ക് അനുഭവിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, പൊതുവായിട്ട് സഹകരണ മേഖലയിൽ ഈ പ്രതിസന്ധിയുണ്ട്. അതുകൂടി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൈസ ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി VR സജി മുമ്പ് പ്രസിഡന്റ് കൂടിയായിരുന്നു ബാങ്കിൻ്റെ. അപ്പോൾ ധാരണയുണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിശ്ചിത പൈസ പ്രതിമാസം അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ഇരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇനി 12 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ബാങ്കിൽ നിന്ന് നൽകാനുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിനിങ്ങാന്ന് അദ്ദേഹം കൗണ്ടറിൽ വന്ന് കൗണ്ടറിൽ ഉണ്ടായിരുന്ന ആളുകളുമായി ചില തർക്കത്തിൽ ഏർപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ അതിനുശേഷം അദ്ദേഹം VR സജിയെ വിളിച്ചിരുന്നു, ഫോണിൽ വിളിച്ചിരുന്നു. വിളിച്ചപ്പോൾ നമ്മൾ മുമ്പുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള പ്രതികരണമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ബാങ്കിൻ്റെ കൗണ്ടറിലാണെങ്കിലും ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയോ സഹകരണ സ്ഥാപനത്തിൻ്റെയോ കൗണ്ടറിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഭരണസമിതി മാനേജ്മെൻറ്റ് എന്നുള്ള നിലയിൽ അതിൻ്റെ ഭരണസമിതി അംഗങ്ങൾ ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്, നമ്മുടെ നാട്ടിലെല്ലാം നടക്കുന്ന ഒരു കാര്യമാണ്. അതിലപ്പുറമുള്ള ഒരു ഗൗരവമുള്ള ഒരു വിഷയമായി നമ്മളത് കാണേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ് പിന്നെ ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് ഉള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടും ആ നിലയിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളോട് യോജിപ്പില്ല. ആ നിലയിലുള്ള പ്രതികരണങ്ങൾ പല മേഖലയിൽ നിന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. ഈ രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണമല്ല നിലവിൽ വന്നിരിക്കുന്നത്, അവരുടെ കുടുംബത്തിന്റെയാണ്. അതായത് മേരിക്കുട്ടി എന്ന് പറയുന്ന സാബുവിന്റെ ഭാര്യയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ബാങ്കുകാരുടെ ഭീഷണി ഉണ്ടായി, അവരെ ബാധിച്ചു, അസഭ്യം പറഞ്ഞു. അതുപോലെ തന്നെ VR സജീനെ വിളിച്ചപ്പോഴത്തേക്കും അവർക്ക് നല്ല രീതിയിലല്ല പ്രതികരണം ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങൾ അവരുടെ കുടുംബമാണ് പറയുന്നത്. ഇന്നലെ ഉണ്ടായത് കോൺഗ്രസിന്റെയും BJP-യുടെയും സമരം, അതിനപ്പുറത്തേക്ക് അവരുടെ കുടുംബത്തിന്റെ പ്രതിഷേധവും വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ CPM-ന്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പമാണ്, അതിൽ തർക്കമില്ല. സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് കൈകാര്യം സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യനായ മന്ത്രി VN വാസവൻ തന്നെ ഇത് സംബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് തലത്തിലും അല്ലാത്ത തലത്തിലും അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട്, തീരുമാനമായിട്ടുണ്ട്. ഈ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണങ്ങൾ പോലീസിൻ്റെതായ നിലയിലും ഒക്കെ നടക്കുന്നുണ്ട്. ആ അന്വേഷണങ്ങളെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുക.